ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സാമിന്റെ ട്രെൻഡ്സ് മാറി വരികയാണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതി നമ്മൾ ആക്ച്വലി ഈ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് വരണം നമ്മൾ എപ്പോഴും എക്സാമിന് പ്രിപ്പയർ ആകാനായിട്ട്. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അതായത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന അസുഖം എന്താണ്? സ്കർവി. അത്രയും പഠിച്ചിട്ട് പോയാൽ മതി. ഇത് ആരാ എക്സ്പ്ലെയിൻ ചെയ്തത്? ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്? ഈ കാര്യങ്ങളൊന്നും നമ്മൾ നേരത്തെ പഠിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ച ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഒന്ന്, അനാട്ടമി ഫിസിയോളജിയിൽ നിന്ന് കുറച്ച് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്, മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ JPH എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്. അവർ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസും അല്ലാതെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസും ഒക്കെ നമ്മളോട് ചോദിച്ചിരുന്നതാണ്, സാർ JPH എക്സാം എന്ന് പറയുന്നത് ഒരു ANM ആണ്, ANM ക്വാളിഫിക്കേഷൻ ആണ് ബേസിക്കലി വരിക, അല്ലെ? ANM ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതിന് മുകളിൽ ഏത് ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും, അതായത് നമ്മുടെ GNM, അതല്ല പോസ്റ്റ് ബേസിക്, അതല്ല MSc നഴ്സിംഗ്, ഇതൊക്കെ ഏതൊക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും എന്താണ് ഇത് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് അപ്പൊ തന്നെ മിക്കവാറും നമ്മുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നായിരിക്കും ചോദിക്കുക? അപ്പം ANM ബേസിക് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ANM സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ANM സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ക്ലാസ് JPH ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ആക്ച്വലി കുറച്ച് ഡെപ്തിലാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, സാർ ഇതൊരു ANM ബേസ്ഡ് എക്സാം അല്ലേ, അപ്പം ഇത്ര ഡെപ്തിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് നമ്മൾ പോകും കേട്ടോ. അതായത് ഇതിന് മുന്നിലെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം ഏതൊരു എക്സാമിനെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആക്ച്വലി ഈ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് വരണം നമ്മൾ എപ്പോഴും എക്സാമിന് പ്രിപ്പയർ ആകാനായിട്ട്. അതായത് ഞാൻ പറയും, നമ്മൾ എപ്പോഴും സിലബസ് അറിഞ്ഞു പഠിക്കണം, എക്സാം അറിഞ്ഞു പഠിക്കണം, എക്സാം പാറ്റേൺ അറിഞ്ഞു പഠിക്കണം, അല്ലെ? അപ്പോ ഇപ്പൊ നമ്മുടെ ആക്ച്വലി റീസെന്റ് ആയിട്ട് നടന്ന, ഇപ്പൊ 2025 2024 2023 ഒക്കെ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ എക്സാമും എങ്ങനെയായിരിക്കും. അത് ഒത്തിരി ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോകുമോ, അതോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ എന്നുള്ളത് കേട്ടോ. അപ്പോ എങ്കിലും ഞാനൊരു കാര്യം കൂടെ പറയാം. എപ്പോഴും നമുക്ക് പാസ്സാകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട് എക്സാം ഈസി ആകുമ്പോഴാണ് കേട്ടോ. അത് നിങ്ങൾക്കത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും നമുക്ക് ജോലി ലഭിക്കാനും ഒക്കെ, അതായത് മുകളിലത്തേക്കൊക്കെ ഉള്ള റാങ്ക് ഒക്കെ കിട്ടാനായിട്ട് എപ്പോഴും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാവരും എഴുതും. അതായത് ഈവൻ പ്രിപ്പയർ ചെയ്യാത്തവരും ഒക്കെ എക്സാം എഴുതും, അവർക്കും ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ അവിടെ നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് മാർക്ക് വരുത്തുന്നു എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അവിടെ ആക്ച്വലി ഒരു കുറച്ചൊന്ന് അല്പം സ്മാർട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ എക്സാം ഈസി ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കയറി പോകാനായിട്ട് കഴിയും. അപ്പം ഒത്തിരി ഒത്തിരി കാലം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഒത്തിരി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും എക്സാം ടഫ് ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും റീസെന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുവാനെന്ന്. അപ്പം നമ്മൾ എപ്പോഴും ഡെപ്തിൽ പഠിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഒന്ന്, അനാട്ടമി ഫിസിയോളജിയിൽ നിന്ന് കുറച്ച് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്, മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ ആർക്കാ കഴിയുക? കൺസെപ്റ്റ് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക്, കൂടാതെ ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക്, റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് വന്നിട്ട് ഒരു കാര്യവുമില്ല. ഒത്തിരി പേര് പറയുന്നുണ്ട്, സാർ ഞങ്ങൾ 4-5 റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലഭിക്കത്തുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ജോലി ലഭിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിന്റെ
പരമാവധി എഫേർട്ട് ഇട്ട് തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ഒരു അഡ്വൈസ് ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് വളരെ ഡെപ്തില് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ക്ലിയർ ചെയ്യുവാനും അതുപോലെ നമുക്ക് ജോലി ലഭിക്കുവാനും കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏത് രീതിയിലാണ് ഇപ്പൊ PSC എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് JHI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2024 നടന്ന ഒരു എക്സാം, കൂടാതെ കഴിഞ്ഞ വർഷം 2024 തന്നെ നടന്ന ഒരു JPH ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എക്സാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം സമയക്കുറവുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം ഏത് രീതിയിലാണ് ഇപ്പം ഈ ഒരു പുതിയ എക്സാം പാറ്റേൺ ഏത് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസിലേക്ക് അഫക്ട് ചെയ്തിരിക്കുന്നത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം JHI എടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ JHI JPH ഏകദേശമൊക്കെ ഒരുപോലെ ക്വാളിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ ഒരേ ലെവലിൽ വരുന്ന, ക്വാളിഫിക്കേഷൻ അല്ല ഏകദേശം ഒരേ ലെവലിൽ വരുന്ന എക്സാം ആണ്. സോ നമുക്ക് ആദ്യം ആ JHIയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഒത്തിരി പഠിച്ചവരാണ്, ഈ സാർ ഇത്ര ഡെപ്തിൽ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമ്മൾ ഡെപ്തിൽ പഠിക്കാതിരുന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തിന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ JHI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി നമ്പർ 034/2024 എക്സാമിൽ ചോദിച്ചാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ man in the midst of disease കേട്ടോ, man in the midst of disease, this situation is referred in. So man in the midst of disease, ഈ സിറ്റുവേഷൻ ഏതിനെ റെഫർ ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന പ്രീ പാത്തോജനിസിസ്, രണ്ടാമത്തേത് പാത്തോജനിസിസ് ഫേസ്, മൂന്നാമത്തേത് ഡിസീസ് ട്രാൻസ്മിഷൻ ഫേസ്. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു മൾട്ടിപ്പിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് only 1 and 3, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 2 and 3, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് only 1, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ only 2. അപ്പോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡിസീസ്, അതായത് ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, അയാളുടെ ചുറ്റും എന്തുണ്ട്? ഡിസീസ് ഉണ്ട്. സോ ഇത് ആക്ച്വലി നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ എന്താ ഇതിന്റെ ആൻസർ? മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ആക്ച്വലി കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, അതായത് only 1. പ്രീ പാത്തോജനിസിസ് ഫേസിനെയാണ് നമ്മൾ ആക്ച്വലി മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചൊന്ന് ഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ JHIയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ് സ്റ്റാർട്ടഡ് ഡ്യൂ ടു ഡാഷ്, ഐഡന്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് റീസൺ ഓർ റീസൺസ് ബിലോ. അതായത് ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ്, അതായത് ഒരു സ്പെസിഫിക് മെഷേഴ്സ് വെച്ച് വേണം നമ്മൾ ഡിസീസിന്റെ ഒക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ ഉള്ളത്. സോ ഈ ഒരു സ്ട്രാറ്റജി എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ് സ്റ്റാർട്ടഡ് ഡ്യൂ ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസ്, നിങ്ങൾക്ക് കാണാലോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇൻടേക്ക് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് found for the prevention of scurvy. Then second option വരുന്നത് discovery of vaccination against smallpox. Option 3 വരുന്നത് discovery of vaccine against cholera. കേട്ടോ, അപ്പം ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ പറയുന്നത് only 1, ഓപ്ഷൻ ബി പറയുന്നത് only 1 and 2, ഓപ്ഷൻ സി പറയുന്നത് only 2 and 3, ഓപ്ഷൻ ഡി only 1 and 3. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ ഒരു കേസിന്റെ കാര്യമല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ ഒരു കാര്യമല്ല പറയുന്നത്. എന്താ? ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ആണ്. ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആക്ച്വലി കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ പറയാം, ഓപ്ഷൻ ബി ആണ്. അതായത് intake of fresh fruit and vegetables found for the prevention of scurvy. Scurvy അറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് സ്കർവി വരിക? വൈറ്റമിൻ സി അല്ലേ. ആക്ച്വലി നമ്മൾ നേരത്തെ ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അതായത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന അസുഖം എന്താണ്? സ്കർവി. അത്രയും മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഇത് ആരാ എക്സ്പ്ലെയിൻ ചെയ്തത്? ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത്? ഈ കാര്യങ്ങളൊന്നും നമ്മൾ നേരത്തെ പഠിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുവാനായിട്ട്. കാരണം ഇത്രയും ഡെപ്തിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം ഇവിടുത്തെ ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ വരുന്നത് ഒന്ന് ഇൻടേക്ക് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഫൗണ്ട് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് സ്കർവി, രണ്ടാമത് പറയുന്നത് ഡിസ്കവറി ഓഫ് വാക്സിനേഷൻ അഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്. അപ്പൊ ഈ രണ്ട്
ഇൻസിഡന്റിനും ശേഷമാണ് ആക്ച്വലി ഇറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ. സോ ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ആക്ച്വലി കുറച്ച് ഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ സെയിം ജയിച്ചയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം ഡെസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയാണ്. ഏത് വർഷം ഫോം ചെയ്തത്? 1948. നമുക്ക് എല്ലാം അറിയാം അല്ലേ. സോ ഇവിടെ ആക്ച്വലി ഇവിടെ എന്താ ചോദിക്കുന്നത്? സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്താ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ് ബോർഡ്, ഓപ്ഷൻ ബി വേൾഡ് ഹെൽത്ത് അസംബ്ലി, ഓപ്ഷൻ സി WHO സെക്രട്ടേറിയറ്റ്, ഓപ്ഷൻ ഡി WHO എക്സ്പേർട്ട് കമ്മിറ്റി. ഇവിടെ എന്താ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ആണ് ആക്ച്വലി WHO സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 47th ക്വസ്റ്റ്യൻ ജയിച്ചയുടെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സോഴ്സസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ്. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സെൻസസ്, ഓപ്ഷൻ ബി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജസ്, ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ സ്കൂൾ റെക്കോർഡ്സ്. ഇവിടെ അതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 1 and 2, ഓപ്ഷൻ സി only 1 and 3, ഓപ്ഷൻ ഡി only 2 and 3. കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് 1 and 2 അതായത് സെൻസസും കൂടാതെ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജസ് ആണ് എന്താണ് സോഴ്സസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിന്റെ പല തരത്തിൽ അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മസ്കിറ്റോ കേട്ടോ. അതായത് മസ്കിറ്റോയെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ എ മാൻസോണിയ ബ്രീഡ്സ് ഇൻ ആർട്ടിഫിഷ്യൽ വാട്ടർ കളക്ഷൻ, B, no siphon tube is present in Anopheles larvae. Option C, Aedes bite mainly in dusk. Option D, Culex lays egg singly. ഇതില് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആക്ച്വലി പലപ്പോഴും പലരും പറയും സാർ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് വരും, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിട്ട് വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വലി 50% കുറച്ച് ടഫർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആൻസേഴ്സ് എഴുതാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നോ സിഫോൺ ട്യൂബ് ഈസ് പ്രസന്റ് ഇൻ അനോഫിലസ് ലാർവ. ഇതാണ് ആക്ച്വലി എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മസ്കിറ്റോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗെയിൻ ജയിച്ചയുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ ഇൻ കൊറോണറി ഹാർട്ട് ഡിസീസ് ആർ ബേസ്ഡ് ഓൺ. ഓപ്ഷൻ 1 വരുന്നത് കൺട്രോൾ ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയറ്റ്, 2 വരുന്നത് ഐഡന്റിഫൈ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്, ഓപ്ഷൻ 3 വരുന്നത് സെസേഷൻ ഓഫ് സ്മോക്കിംഗ്, ഓപ്ഷൻ 4 വരുന്നത് ഗിവിംഗ് സ്പെസിഫിക് അഡ്വൈസ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ ആണ് ഏതിലാണ് ഇൻ കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പൊ നമ്മൾ പഠിക്കുമല്ലേ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ അങ്ങനെ പഠിക്കും അല്ലേ. അതായത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക, മാനേജ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഇതിന്റെ സെക്കൻഡറി പ്രിവെൻഷന്റെ സ്ട്രാറ്റജീസ് ആയിട്ട് വരിക അല്ലേ. സോ ആക്ച്വലി ഇത് എക്സാമ്പിൾ ബേസ് നമ്മൾ എങ്ങനെ ഇത് ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിൽ നോക്കുക കേട്ടോ. അപ്പം ഓപ്ഷൻ എ വരുന്നത് 1 and 2, ഓപ്ഷൻ ബി വരുന്നത് 1 and 3, ഓപ്ഷൻ സി വരുന്നത് 2 and 4, ഓപ്ഷൻ ഡി വരുന്നത് 3 and 4. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് 1 and 3 ആയിട്ട് കൺട്രോൾ ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയറ്റ് കൂടാതെ സെസേഷൻ ഓഫ് സ്മോക്കിംഗ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ജയിച്ചയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻഡെക്സ് യൂസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഒബീസിറ്റി വിത്ത് ഫോർമുല. ദ ഇൻഡെക്സ് യൂസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഒബീസിറ്റി വിത്ത് ഫോർമുല. അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് ഏത് ഫോർമുല എന്നാ ചോദിച്ചേക്കുന്നത്? ദ ഇൻഡെക്സ് യൂസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഒബീസിറ്റി വിത്ത് ഫോർമുല വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇത് ഏതാണ്? BMI നമ്മൾ അസസ് ചെയ്യുന്ന ഫോർമുലയാണ് നമുക്കറിയാം അല്ലെ. BMI അസസ് ചെയ്യുന്ന ഫോർമുല. സോ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത് ഏത് ഇൻഡെക്സ് ആണ്? ഇത് BMI ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ BMIയുടെ ഫോർമുലയാണ് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. പക്ഷെ ഇവിടെ BMI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഏതൊക്കെ ഓപ്ഷൻ ആയിട്ട് വരിക? ഓപ്ഷൻ എ കോർപ്പുലൻസ് ഇൻഡെക്സ്, ഓപ്ഷൻ ബി ക്യൂട്ട്ലെറ്റ് ഇൻഡെക്സ്, ഓപ്ഷൻ സി പോണ്ടർ ഇൻഡെക്സ്, ഓപ്ഷൻ ഡി ബ്രോക്കാസ് ഇൻഡെക്സ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മൾ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഡെപ്തിൽ പഠിച്ചില്ല എങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ ഓർക്കും BMI ആണ്, ആ ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ല എന്ന് ഓർക്കുമല്ലേ. എന്താ ഇതിൽ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. അതായത് എന്താ? ക്യൂട്ട്ലെറ്റ് ഇൻഡെക്സ്. അപ്പോ BMIയുടെ വേറൊരു പേരാണ്
ക്യൂട്ട്ലെറ്റ് ഇൻഡെക്സ്. അതുപോലെ എന്താ ഈ ബ്രോക്കാസ് ഇൻഡെക്സ്? അതായത് നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് ഐഡിയൽ വെയിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ബ്രോക്കാസ് ഇൻഡെക്സ് എന്ന് പറയുക അല്ലെ. സോ ആക്ച്വലി ഈ രീതിയിലാണ് ഇപ്പോൾ എന്താണ് റീസെന്റ് ആയിട്ട് PSC എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഇതുകൊണ്ട് നമ്മൾ ആക്ച്വലി JHയുടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഞാൻ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിരുന്നുള്ളൂ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ അതായത് 2023 കഴിഞ്ഞ JPHN എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു എക്സാം പാറ്റേൺ ഒന്ന് അവെയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓൾ ആർ ട്രൂ അബൌട്ട് പാനൽ ഡിസ്കഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻ എ, panel of 4 to 8 experts discuss a health topic. Option B, audience is present. Option C, a specific agenda and order of speaking. Option D, audience can take part. ഇതിൽ ഏതാണ് പാനൽ ഡിസ്കഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ? ഓൾ ആർ ട്രൂ അബൌട്ട് പാനൽ ഡിസ്കഷൻ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ പാനൽ ഓഫ് 4 to 8 എക്സ്പേർട്സ് ഡിസ്കസ് എ ടോപ്പിക് കറക്റ്റ് ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി, ഓഡിയൻസ് ഈസ് പ്രസന്റ്, ഓഡിയൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഓഡിയൻസ് ക്യാൻ ടേക്ക് പാർട്ട്, യെസ് അതും കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ റോങ് ആയിട്ട് വരിക? സ്പെസിഫിക് അജണ്ട ആൻഡ് ഓർഡർ ഓഫ് സ്പീക്കിംഗ് ആണ് ഇവിടെ പാനൽ ഡിസ്കഷനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് gather approach is useful for. ഇതിലാണ് ഈ gather approach യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, chlorination of water. ഓപ്ഷൻ ബി, counseling. ഓപ്ഷൻ സി, refuse disposal. ആൻഡ് ഓപ്ഷൻ ഡി, data analysis. ഇതിൽ ഏതാണ് gather approach യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതായിരിക്കും ഗസ് ചെയ്യാവോ? യെസ്, ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി, കൗൺസിലിംഗ് ആണ്. അപ്പം ഈ ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? G ഫോർ ഗ്രീറ്റ് ദ ക്ലയന്റ് വാംലി, വാമായിട്ട് ക്ലയന്റിനെ ഗ്രീറ്റ് ചെയ്യുക. എ പറയുന്നത് ആസ്ക് അബൌട്ട് നീഡ്സ് ആൻഡ് കൺസേൺസ്. T for tell relevant information. H for help the client make an informed choice. Then E പറയുന്നത് explain the chosen option. R for return for follow up and reassure. ഇതാണ് ആക്ച്വലി gather അപ്രോച്ചിൽ വരിക കേട്ടോ, gather അപ്രോച്ചിൽ വരിക. നെക്സ്റ്റ് അഗെയിൻ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ട് പോകുന്ന കോമൺ ആയിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following is a not an element of primary health care? കേട്ടോ, not an element of primary health care. ഓപ്ഷൻ എ, പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ. ഓപ്ഷൻ ബി, maternal and child care. ഓപ്ഷൻ സി, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്. ഓപ്ഷൻ ഡി, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ്. അപ്പൊ ഇതിൽ ഏതാണ്? നമ്മൾ ഒരിക്കലും ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സോ ഇതിൽ ഏതാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ് അല്ലാത്തത്? ഏതാണ്? സോ എല്ലാവരും വായിച്ചു നോക്കുമ്പോർക്കും ഇതെല്ലാം പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ് ആയിട്ട് വരുന്നതാന്ന് ഓർക്കും അല്ലേ? സോ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ് എന്നൊക്കെ വന്നേക്കുന്നത് അല്ലേ? ആക്ച്വലി എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻഡമിക് ഡിസീസ് ആണ് ഈ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഒരു എലമെന്റ് ആയിട്ട് വരിക അല്ലെ? സോ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് MBFHI, അതായത് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിലെ സ്റ്റേറ്റ്മെന്റ്, അതായത് അതിനെ കുറിച്ചുള്ള ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ, ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് റിട്ടൺ ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി. ഓപ്ഷൻ ബി, എനേബിൾ മദേഴ്സ് ആൻഡ് their infants to remain together and to practice roaming in throughout the day and night. Option C, breastfeeding should be done every 3 to 4 hours. Option D, give no artificial teats or pacifiers to breastfeeding infants. ഇതിൽ ഏതാണ് MBFHI കുറിച്ചുള്ള ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ വരിക? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ബ്രസ്റ്റ് ഫീഡിംഗ് ഷുഡ് ബി ഡൺ എവറി 3 to 4 hours. അങ്ങനെയാണോ കൊടുക്കേണ്ടത്? ഇപ്പോഴത്തെ ഈ എന്താണ് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് പ്രകാരം ഡിമാൻഡ് ഫീഡിംഗ് ആണ് അല്ലെ? ഡിമാൻഡ് ഫീഡിംഗ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56. What should the immediate actions taken while an 8-month-old baby is brought to hospital with seizure? Our first option പറയുന്നത് secure airway. Second, check oxygen saturation and start oxygen. 3, check blood sugar. 4, start antibiotic. And the options വരുന്നത് option A 1 and 4, option B 1, 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 2, 3 and 4. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഷുഡ് ബി ദ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് അല്ലെ? ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ? അതായത്
1, 2 and 3 സെക്യൂർ എയർവേ നമ്മളെ സീഷറുള്ള കുട്ടിക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എയർവേ സെക്യൂർ ചെയ്യണം. ദെൻ ചെക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് സ്റ്റാർട്ട് ഓക്സിജൻ. എന്താണെങ്കിലും സീഷറിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഓക്സിജന്റെ നീഡ് കൂടുതലാണ്, സോ നമ്മൾ ഓക്സിജൻ കൊടുക്കണം. ദെൻ ഹൈപ്പോഗ്ലൈസീമിയ സീഷർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അല്ലേ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യണം. സോ ഈ രീതിയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the criteria used for sexual maturity rating in adolescence? അഡോളസെൻസിലെ സെക്ഷൽ മെച്ചൂരിറ്റി റേറ്റിംഗ് അസസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടാനേഴ്സ് ക്രൈറ്റീരിയ, ഓപ്ഷൻ ബി സെക്ഷൽ ഐഡന്റിറ്റി സ്കെയിൽ, ഓപ്ഷൻ സി ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്ക്രീനിംഗ് ചാർട്ട്, ഓപ്ഷൻ ഡി കിൻസേ സ്കെയിൽ. ഇതിൽ ഏതാണ് സെക്ഷൽ മെച്ചൂരിറ്റി റേറ്റിംഗ് ഇൻ അഡോളസെൻസിൽ യൂസ് ചെയ്യുന്നത്? ഏതാണ് അറിയോ? ഓപ്ഷൻ എ ആണല്ലോ, അതായത് ടാനേഴ്സ് ക്രൈറ്റീരിയ ആണ് സെക്ഷൽ മെച്ചൂരിറ്റി റേറ്റിംഗ് ഇൻ അഡോളസെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ JPHന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ഇൻഹലേഷൻ അനാൽജസിയ യൂസ്ഡ് ഇൻ ലേബർ. ലേബറിലെ ഇൻഹലേഷൻ അനാൽജസിയ യൂസ് ചെയ്യുന്നത് എന്റെ എക്സാമ്പിൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓക്സിജൻ ഇൻഹലേഷൻ, ഓപ്ഷൻ ബി ഹൈഡ്രോതെറാപ്പി, ഓപ്ഷൻ സി TENS, ഓപ്ഷൻ ഡി പ്രീ മിക്സ്ഡ് ഗ്യാസ് അപ് ടു 50% നൈട്രസ് ഓക്സൈഡ് ആൻഡ് 50% ഓക്സിജൻ അഡ്മിനിസ്ട്രേഡ് വയ എൻഡനോക്സ് അപ്പാരറ്റസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതായത് ഇൻഹലേഷൻ അനാൽജസിയ കൊടുക്കാനായിട്ട് നമ്മൾ ലേബറിന്റെ സമയം യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് പ്രീ മിക്സ്ഡ് ഗ്യാസ് മെയ്ഡ് അപ്പ് ഓഫ് 50% നൈട്രസ് ഓക്സൈഡ് ആൻഡ് 50% ഓക്സിജൻ അഡ്മിനിസ്ട്രേഡ് വയ എൻഡനോക്സ് അപ്പാരറ്റസ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ എക്സാമിന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്കത് വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നും കേട്ടോ, അതുകൊണ്ടാണ്. സോ ക്വസ്റ്റ്യൻ 84 ആണ്. ദ പ്രോസസ് വെയർ ബൈ ഡോമിനന്റ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ആൻഡ് ഡിസ്ചാർജസ് ദ സെക്കൻഡറി oocyte into the pelvic cavity is termed as. ഓപ്ഷൻ എ luteal phase, ബി ovulation, സി menstrual phase, ഡി proliferative phase. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, ബി ഓവുലേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സാമിന്റെ ട്രെൻഡ്സ് മാറി വരികയാണ്. അപ്പൊ വളരെ നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക് വരാനും നമുക്ക് ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും കഴിയുള്ളൂ. സോ എന്താ ചെയ്യുക? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, അതായത് ഡെപ്തിലാണെങ്കിൽ ഡെപ്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സസും ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. നല്ല രീതിയിൽ പഠിക്കുക, നല്ലവണ്ണം പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ബാച്ചിലെ JPHന്റെ 3rd ബാച്ചിന്റെ അഡ്മിഷൻ ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻ തുടരുന്നു. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം.